നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് വെറും 900 മീറ്റർ അകലെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഭൂഗർഭ മദ്രസ കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റി പല ദുരൂഹതകളും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്തുദ്ദേശത്തിലാണ് ഈ ഭൂഗർഭ മദ്രസ അതിനടിയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ NIA ചോദ്യം ചെയ്തു വരികയാണ്. NIAയുടെ ഒരു റഡാറിലാണ് ഇപ്പോൾ ഈ ഒരു ഭൂഗർഭ മദ്രസയുള്ളത്. ഈ സ്ഥാപനവുമായുള്ള ക്രമക്കേടുകളും ഭീകരബന്ധങ്ങളും അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം ഇപ്പോൾ 24 മണിക്കൂറും ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഫരീദാബാദിലെ ദൌജിലെ ഒരു ഗ്രാമത്തിനടുത്തുള്ള പൂർണ്ണമായും ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ കാണുന്ന കെട്ടിടങ്ങളെ പോലെയല്ല, അത് ഭൂമിക്കടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4000 മുതൽ 5000 ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മദ്രസയുടെ അസാധാരണമായ നിർമ്മാണം ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 7 അടി താഴെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏജൻസികളുടെ ശ്രദ്ധ ആകർഷിച്ചത്. ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ, പ്രത്യേകിച്ച് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് വളരെ കുറച്ച് അകലം മാത്രമായിട്ട് ഇങ്ങനെ ഒരു കെട്ടിടം പ്രവർത്തിച്ചത് എന്തിനാണ്? ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നല്ലതാണോ, അതോ മറ്റേതെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരാനാണോ ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇതിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഈ ഭീകരവാദികളുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഹമാസ് മോഡലുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളത്. ഹമാസ് ഗാസയിലുടനീളം ഇത്തരത്തിൽ സ്കൂളുകളും ആശുപത്രികളും മറ്റുള്ള പള്ളികളും കെട്ടിടങ്ങളുടെ ഒക്കെ താഴെയാണ് വലിയ ഭൂഗർഭ അറകൾ, കിലോമീറ്ററുകളോളം നീളമുള്ള ആഡംബരപൂർണമായിട്ടുള്ള എല്ലാ സൗകര്യമുള്ള ഭൂഗർഭ അറകൾ നിർമ്മിച്ച് വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ആക്രമണം ഇസ്രായേലോട്ട് കഴിഞ്ഞ 2023 ഒക്ടോബർ 7 നടത്തിയത്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ടുള്ള ഒരു കാര്യമായിരിക്കോ ഈ ഒരു ഭൂഗർഭ അറ. ഇപ്പോൾ ഫരീദാബാദിനടുത്ത് കണ്ടെത്തി ഈ ഒരു ഭൂഗർഭ അറയിലൂടെയും അത്തരത്തിലൊരു ആക്രമണമാണോ ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള ഭീകരവാദികളോ അല്ലെങ്കിൽ ഇവരുടെ സംഘടനയോ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. മദ്രസയുടെ 3 അടി ഉയരമുള്ള ഒരു ചെറിയ ഘടന മാത്രമേ നിലത്തിന് മുകളിൽ കാണാൻ കഴിയൂ. ചുവരുകൾ വളരെ കട്ടിയുള്ളതാണ്. പ്ലാറ്റ്ഫോം പോലുള്ള ഘടനകൾ മുഴുവൻ ഭൂഗർഭ ഭാഗത്തും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. സാധാരണ മദ്രസയുടെ രൂപകൽപ്പനയ്ക്ക് സമാനമല്ല ഈ രൂപകൽപ്പനയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതായത് മറ്റുള്ള കെട്ടിടങ്ങൾക്കുള്ളതിനേക്കാൾ വളരെ ഇരട്ടിയിലധികം കട്ടിയാണ് ഇതിന്റെ പല മതിലുകൾക്കും തൂണുകൾക്കും ഉള്ളതെന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഫോടനമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തകർന്നു വീഴുന്ന തരത്തിലല്ല ഇതിന്റെ ഘടന നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ചാവേർ ഉമർ നബിയുടെ കൂട്ടാളികളിൽ ഒരാളായ മുസമിൽ ഷക്കീലിനെ മൗലാന ഇഷ്തിയാഖ് നേരത്തെ ഒരു മുറി ഇതിൽ വാടകയ്ക്ക് എടുത്തിരുന്നു. സ്ഫോടനത്തിൽ കുറഞ്ഞത് 13 പേർ മരിച്ചിരുന്നു. മുസമിലിനെ ചോദ്യം ചെയ്യുന്നതിനിടെ പേര് പുറത്തു വന്നതിനെ തുടർന്ന് മൗലാന ഇഷ്തിയാഖിനെ അറസ്റ്റും ചെയ്തു. ഈ പുരോഹിതനെ ഭൂമി ഇടപാട് നടത്തിക്കൊടുത്ത വസ്തു ഇടപാടുകാരന് ഇതുവരെ മുഴുവൻ പണവും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ക്രയവിക്രയിലും വളരെയേറെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരു രേഖയും പൂർത്തിയായിട്ടില്ല. മദ്രസയ്ക്ക് സ്ഥലം വാങ്ങാൻ ഒരു സ്ഥലം വിറ്റതായും അത് ഇപ്പോഴും നിർമ്മാണത്തിലാണെന്നും പുരോഹിതന്റെ കുടുംബം പറഞ്ഞു. മദ്രസയ്ക്കുള്ള ഫണ്ടിന്റെ ഉറവിടം, അതിലേക്ക് സംഭാവന നൽകിയവർ, സഹകാരികൾ, സ്ഥാപനം നടത്താനുള്ള ഉദ്ദേശം എന്നിവയും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. സംഭാവന നൽകിയവരിൽ ഒരാളാണ് മുസമിൽ. കുട്ടികൾ പലപ്പോഴും മദ്രസയിൽ സന്ദർശിക്കാറുണ്ടെന്നും സമീപത്ത് താമസിക്കുന്ന ആളുകളും NDTV പോലുള്ള ചാനലുകളോടും പ്രതികരിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളും ഫരീദാബാദ് പോലും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മദ്രസ സന്ദർശിച്ച് സമീപത്തുള്ള ആളുകളെ ചോദ്യം ചെയ്തു. മൗലാന ഇഷ്തിയാഖിന്റെ കുടുംബം മുസാമിലിന് വീട് വാടകയ്ക്ക് നൽകിയതായും സമ്മതിച്ചു. എന്നാൽ പുരോഹിതൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടു. മുസമിലിനെ മുൻപ് തങ്ങൾക്ക് അറിയില്ലെന്നും അദ്ദേഹം ഏതൊരു സാധാരണ വാടകക്കാരനെയും പോലെയാണെന്നും അവർ വിശ്വസിച്ചു. അതേസമയം ഇന്ന് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 7ാമത്തെ പ്രതിയാണ് ഇന്ന് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഫരീദാബാദ് നിവാസിയായ സോയാബിന്റെ ഏറ്റവും പുതിയ അറസ്റ്റ്. പ്രാഥമിക ബോംബർ ഉമർ നബിയെ പിന്തുണച്ചും പ്രാപ്തമാക്കിയതുമായ ശൃംഖലയെക്കുറിച്ച് വ്യക്തമായ ചിത്രം നിർമ്മിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചു. ഫരീദാബാദിലെ ദൌജിൽ നിന്നുള്ള സോയാബ് സ്ഫോടനത്തിന് തൊട്ടു മുൻപ് ഉമറിന് അഭയം നൽകിയതായും ലോജിസ്റ്റിക്കൽ സഹായം നൽകിയതായും തെളിവുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഏഴാമത്തെ പ്രതിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ അറസ്റ്റിലായ പ്രതി ഡോക്ടർ മുസമിൽ ഷക്കീൽ ഖനായിയോടൊപ്പം NIA സംഘങ്ങൾ സോയാബിന്റെ വസതി സന്ദർശിച്ച് പ്രതികളുടെ നീക്കങ്ങളും പുനഃസ്ഥാപിച്ചു. സന്ദർശന വേളയിൽ മുസമിൽ തന്റെ വീട്ടിൽ ഒരു ഗ്രൈൻഡറും പോർട്ടബിൾ ഫർണസും സൂക്ഷിച്ചിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ IED ഘടകങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചതായും കരുതപ്പെടുന്നു. സോയാബ് അൽ ഫലാഹ് സർവകലാശാലയിലെ മുൻ ജീവനക്കാരനാണെന്നും ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നാണ് ഉമർ ഉൻ നബി മനഃപൂർവ്വമായി അഭയം നൽകിയിരുന്നുവെന്നും NIA വൃത്തങ്ങൾ പറയുന്നു. സോയാബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഡൽഹി സ്ഫോടന കേസിലും വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിലും സോയാബിനെ കൂടാതെ 6 പേരെയാണ് NIA ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ആൾ അമീർ റാഷിദ് അലി ചാവേർ ബോംബാക്രമണത്തിൽ ഉപയോഗിച്ച കാർ വാങ്ങാൻ സൗകര്യമൊരുക്കി പ്രധാന ഗൂഢാലോചനക്കാരനും. 2 ജാസിർ ബിലാൽ വാനി അല്ലെങ്കിൽ ഡാനിഷ് ഡ്രോണുകളെയും റോക്കറ്റുകളെയും കുറിച്ചുള്ള അറിവ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം നൽകി ഗൂഢാലോചനയിൽ സഹസംഘാടകനായും പ്രവർത്തിച്ചു. 3 ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഖനായി മുഖ്യപ്രതി. ആസൂത്രണം, ഏകോപനം, IED തയ്യാറാക്കൽ എന്നിവയിൽ കേന്ദ്ര ബിന്ദുവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 4 ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തർ പ്രധാന പ്രതി. റിക്രൂട്ട്മെന്റിലും പ്രവർത്തന ലോജിസ്റ്റിക്കിലും പങ്കുണ്ടെന്നും സംശയിക്കുന്നു. 5 ഡോക്ടർ ഷഹീൻ സയ്യിദ് പ്രധാന പ്രതി. മൊഡ്യൂളിലെ ആസൂത്രണവും പ്രത്യയശാസ്ത്ര ഏകീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 6 മുഫ്തി ഇർഫാൻ അഹമ്മദ് വാഗെ പ്രധാന പ്രതി. ആക്രമണകാരികൾക്ക് പ്രത്യയശാസ്ത്രപരമായ മാർഗനിർദ്ദേശങ്ങളും തന്ത്രപരമായ പിന്തുണയും നൽകിയതായി ആരോപിക്കപ്പെടുന്നു. 7 സോയാബ് പ്രധാന ബോംബർ ഉമർ ഉൻ നബിക്ക് ലോജിസ്റ്റിക്കൽ പിന്തുണയും അഭയവും നൽകി. പ്രതികളുടെ നീക്കങ്ങളും സ്ഫോടക വസ്തുക്കൾ ആസൂത്രണം ചെയ്യുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും ഉപയോഗിച്ച സ്ഥലങ്ങളും പരിശോധിക്കുന്നതിനായി NIA ഉദ്യോഗസ്ഥർ അൽ ഫലാഹ് സർവകലാശാല സന്ദർശിച്ചിരുന്നു. മൊഡ്യൂളിന്റെ ഭാഗമായി ശേഷിക്കുന്ന അംഗങ്ങളെ തിരിച്ചറിയുന്നതിനായി പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ NIA അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും മറ്റുള്ള മേഖലകളിലേക്ക് കടക്കുക. കൂടുതൽ പേർ ഇനിയും ഇന്ത്യയിൽ തുടരുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ആക്രമണത്തിനുള്ള പദ്ധതിയുടെ ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇനി വരും ദിവസങ്ങളിൽ അറിയും. അതേസമയം തന്നെ ഇന്ന് ഇന്ത്യ സന്ദർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ വിഷയങ്ങളാണ് കാരണമെന്നാണ് ചില സൂചനകൾ. 3ാമത്തെ വട്ടമാണ് തുടർച്ചയായി ഇന്ത്യ സന്ദർശനം ഒഴിവാക്കുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ബുദ്ധിമുട്ടുകളും ഉന്നയിച്ച് ഏപ്രിലിലും സെപ്റ്റംബറിലും നടത്താനിരുന്ന സന്ദർശനങ്ങളിൽ നിന്ന് നെതന്യാഹു പിന്മാറിയിരുന്നു. ഇത്തവണ ഡിസംബർ പകുതിയോടെ ഇന്ത്യ സന്ദർശിക്കാനാണ് ഇരുന്നത്. എന്നാൽ സ്ഫോടനത്തെയും നെതന്യാഹുവിന്റെ സന്ദർശനത്തെയും ബന്ധിപ്പിക്കുന്നത് ശരിയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹം മറ്റൊരു ഡേറ്റിൽ കൃത്യമായിട്ട് വരുമെന്ന് ഇന്ത്യയെ അറിയിക്കുമായിരിക്കും. അതേസമയം തന്നെ ഇപ്പോൾ ഒരാളും കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നായിരിക്കും മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ.